എക്സിറ്റ് പോൾ അനുകൂലമായതോടെ ഇത്തവണ അധികാരം പിടിക്കാമെന്ന ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് യു.ഡി.എഫിന്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിലും എക്സിറ്റ് പോളിൽ ഒന്നുപോലും യു.ഡി.എഫ് പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതോടെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളും സജീവമാകും. നേരത്തെ ഉണ്ടായിരുന്ന തർക്കങ്ങളും പോരും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ബിനിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, സ്വാഭാവികമായും ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ച കൂടുതൽ സജീവമാകാനാണ് സാധ്യത. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, 2021 ഇതേ ചർച്ചകളെല്ലാം നടന്നിരുന്നതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ, ടേം വ്യവസ്ഥയടക്കം എങ്ങനെ പാലിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ച, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബഹുഭൂരിപക്ഷവും LDFന് വലിയ വിജയം പ്രവചിച്ചപ്പോൾ പിന്നീട് ആ മുഖ്യമന്ത്രി ചർച്ചകൾ ഇല്ലാതാവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മറ്റൊന്നാണ്. UDFൻ്റെ വിജയമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രി ചർച്ചകൾ കൂടുതൽ സജീവമാവില്ലേ? ഹർഷൻ, അതിന് തന്നെയാണ് സാധ്യത. ഇന്നലെ രാത്രി തന്നെ ഇടുക്കി തൊടുപുഴയിൽ ഫ്ലെക്സ് ഉയർന്നു കഴിഞ്ഞു. PR വർക്കിന്റെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കളെ താറടിച്ചിട്ട് വരേണ്ടതില്ല എന്ന ഒരു ഫ്ലെക്സ് VD സതീശന് എതിരെ തൊടുപുഴയിൽ ഉയർന്നു കഴിഞ്ഞു. സമാനമായ ഫ്ലെക്സ് കഴിഞ്ഞ ദിവസം പലയിടത്തും ഉയർന്നതാണ്. VD സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ആ ഫ്ലെക്സ് ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. വരും ദിവസങ്ങളിലും ഇനി അത് ഉയരാൻ തന്നെയാണ് സാധ്യത. നിലവിൽ എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും UDFന് അനുകൂലമായിട്ടാണ് വന്നത്. ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് 90 സീറ്റിലെങ്കിലും ജയിച്ച് അധികാരത്തിലേക്ക് വരും എന്ന് പറയുന്നത്. അത്രയും വലിയ കണക്ക് ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് പറയുന്നത്. പക്ഷേ ബാക്കി എല്ലാവരും പറയുന്നത് UDF അധികാരത്തിലേക്ക് വരും, പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. നിലവിൽ കോൺഗ്രസ് നേതാക്കൾ ഈ എക്സിറ്റ് പോൾ ഫലത്തെ തള്ളാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത്രയും സീറ്റുകളല്ല, ഇതിലധികം സീറ്റുകളിലേക്ക് ജയിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അവർ നേരത്തെ മുതൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ഫലത്തെ പൊതുവിൽ പരസ്യമായി തള്ളാൻ തന്നെയാണ് സാധ്യത മുന്നിൽ കാണുന്നത്. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നേരത്തെ അവർ പ്രതീക്ഷിച്ചതാണ്. കാരണം കഴിഞ്ഞ തവണ LDFന് അനുകൂലമായിട്ടാണ് ഈ തുടർഭരണം ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത്. ആകെ ഒരു എക്സിറ്റ് പോൾ മാത്രം, ഒരു ഏജൻസി മാത്രമാണ് UDF അധികാരത്തിലേക്ക് വരും എന്ന് പറഞ്ഞത്. അതിന് പിന്നാലെ ഹർഷം പറഞ്ഞതുപോലെ അവിടെ മുഖ്യമന്ത്രി ചർച്ചകൾ അവസാനിക്കുകയായിരുന്നു. ടേം വ്യവസ്ഥയടക്കം അന്നുണ്ടായിരുന്നു. 2.5 വർഷം രീതിയിൽ ടേം വ്യവസ്ഥയൊക്കെ ആലോചിച്ചതാണ്. പിന്നീട് എക്സിറ്റ് പോൾ വന്നതിന് പിന്നാലെ ആ ചർച്ചകൾ അവസാനിച്ചു. ഇവിടെ ഇത്തവണ UDF അധികാരം പിടിക്കും, അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമുണ്ട്. അതിന് ഉദാഹരണമാണ് തുടക്കം മുതൽ, അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞ തൊട്ട് പിന്നാലെ ഈ വലിയ ചർച്ചകൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഉണ്ടായി. അവർ പരസ്യമായി തന്നെ രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. രമേശ് ചെന്നിത്തല ഒരു ഫുൾ പേജ് പരസ്യം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ കൊടുക്കുന്നു. മാത്രമല്ല ഒപ്പം നിൽക്കുന്ന KC വിനോദിനൊപ്പമുള്ള ആളുകൾ അദ്ദേഹത്തെ പ്രശംസിച്ച് വീഡിയോ ഗാനം ഇറക്കുന്നു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും സമാനമായി തന്നെ AI വീഡിയോ ഉപയോഗിച്ച് ഗാനം ഇറക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വലിയ നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് എക്സിറ്റ് പോൾ ഫലം വരുന്നത്. അത് UDFന് കുറച്ചുകൂടി വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് ഇനിയും ഇത്തരം ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. നേരത്തെ പറഞ്ഞതുപോലെ തൊടുപുഴയിൽ ഇപ്പോൾ തന്നെ വീണ്ടും എക്സിറ്റ് പോൾ ഫലത്തിന് പിന്നാലെ തന്നെ ഫ്ലെക്സ് വീണ്ടും ഉയർന്നു. സമാനമായ ഫ്ലെക്സുകളും പോസ്റ്ററുകളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും വരും ദിവസങ്ങളും ഉയരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും UDF മുഖ്യമന്ത്രി ചർച്ചകളൊപ്പം തന്നെ മന്ത്രിസ്ഥാനത്തേക്കുള്ള ചർച്ചകൾ സജീവമായി തുടങ്ങിയതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇന്നലെ മാത്യു കുഴൽനാടൻ KC വേണുഗോപാലിനെ ഡൽഹിയിൽ എത്തി കണ്ടിരുന്നു. അതും മന്ത്രി ചർച്ചയാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ. എന്തായാലും വരും ദിവസങ്ങളും സമാനമായി തന്നെ വലിയ ചർച്ചകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അതോടൊപ്പം മന്ത്രി സ്ഥാനത്തേക്കും ചർച്ചകൾ ഉയരാൻ തന്നെയാണ് സാധ്യത.